കോളേജ് കഴിഞ്ഞു. ജിത്തു സാറ് തന്നെ അതിനിടയ്ക്ക് ലാലേട്ടൻ വെച്ചൊരു പടം ചെയ്തു, തെലുങ്കിൽ ദൃശ്യത്തിന്റെ റീമേക്ക് ചെയ്തു. ഒരുപാടായി. എപ്പോഴാണ് റാം ഇറങ്ങുന്നത്? ഞാൻ ദയവേത് നിങ്ങളോട് ഒരു കാര്യം പറയാം. റാമിന്റെ ചോദ്യം ഇനി എന്നോടല്ല ചോദിക്കുന്നത്, ഇനി അത് പ്രൊഡ്യൂസറിനോട് ചോദിക്കണം. കാരണം ഐ എം ജസ്റ്റ് ഞാനും ലാലേട്ടനും എൻ്റെ ടീം ഈസ് വെയിറ്റിംഗ് ഫോർ പ്രൊഡ്യൂസറിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുക, കാരണം ഞങ്ങൾ റെഡിയാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റും. നേരത്തെ അമലാമ്മ സിനിമാറ്റോഗ്രാഫറിനെ പറ്റി പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. കാരണം ടീസർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം നല്ല ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാണിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹ അല്ലെങ്കിൽ ആ റെയിൽവേ ട്രാക്ക് ആസിഫൊക്കെ നടന്നു വരുന്ന ആ ഒരു ഷോട്ട്, അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി അന്നേരം. അതായത് ഈ സിനിമയിലെ ഏറ്റവും മികച്ച ഷോട്ടുകൾ കൂട്ടി വെച്ച് ടീസർ ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ സിനിമയിലുടനീളം ഇത്തരത്തിലുള്ള ഷോട്ട്സ് ഒരുപാട് ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ ആസിഫൊക്കെ സിനിമാറ്റോഗ്രാഫിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഈ സിനിമാറ്റോഗ്രാഫർ ജഡ്ജ് ചെയ്യുന്നത് സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ഷൂട്ട് ചെയ്യുന്ന ആളാണ് നല്ല സിനിമാറ്റോഗ്രാഫർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ അകത്ത് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവ് കാണിക്കാനല്ല, അതിൻ്റെ അകത്ത് ഞാനൊരു കുറെ ഗിമ്മിക്സ് കാണിക്കാം, ചിലപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകളുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡയറക്ടർ എങ്ങനെയാണോ ഈ സിനിമ നറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ്ഫുള്ളി ചെയ്യുന്ന ആളായിരിക്കണം നല്ല സിനിമാറ്റോഗ്രാഫർ. അപ്പുനെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാനുള്ളൊരു കാരണം, ഈ സിനിമയെ അപ്പു മനസ്സിലാക്കി ഈ ഒരു മാജിക്കൽ ഫീൽ ഈ സിനിമയിൽ കൊടുക്കുക. ഒരു ഇമാജിനറി വേൾഡ് നമ്മൾ പറയുമ്പോൾ അതിനെവിടെയൊക്കെയോ ഒരു പ്രത്യേകതകൾ, ഒരു അസ്വാഭാവികത തോന്നണം, എന്നാൽ അത് ഭയങ്കര ഗിമ്മിക്കായിട്ട് തോന്നരുത് എന്നുള്ളത് കൃത്യമായ ഒരു ലൈനിലൂടെ അപ്പു പോയിട്ടുണ്ട്. പിന്നെ ആ ലൊക്കേഷൻ ഒരു പുതിയ സ്ഥലമാണ്, അപ്പം നമുക്കത് കാണുമ്പോൾ അതിലെ എല്ലാ ഫ്രെയിംസും നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ തോന്നും. അത് തന്നെയായിരുന്നു അർഫാസിന്റെ ഉദ്ദേശവും. ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നോ ഏത് ജോഗ്രഫി ആണെന്നോ ഒന്നും ഓഡിയൻസിന് മനസ്സിലാവരുത്. എന്നാൽ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ഇന്റർനാഷണൽ സിനിമ, അതായത് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിൽ നിന്നുള്ള ഇതൊരു മലയാള സിനിമയാണ് പുതിയൊരു സ്റ്റൈലിൽ പറയുന്നത്. അപ്പൊ ആ ഒരു പുതുമ എല്ലാ രീതിയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ ആസിഫായി വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ്. അപ്പൊ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ, അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകൾ നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്? നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രെഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ, തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക്. ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ്. അപ്പം തലവന് ശേഷം എനിക്കിനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. 2018 അവന്റെ ഇത് മൈക്ക് പറ്റി ചുമ്മാ തമാശ. 2018 ഉണ്ടായിരുന്നു. അത് ഇന്ത്യ ഒട്ടാകെ ഓസ്കാറിൽ വരെ പോയൊരു സിനിമയാണ്. അപ്പം അതിൽ അഭിനയിച്ച ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ ചേട്ടൻ കോൺഫിഡൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യം ഇനി ഇല്ലല്ലോ, കാരണം ഇപ്പം ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാരൊക്കെ കണ്ട് കോൺഫിഡൻസ് ഇല്ലെന്ന് പറഞ്ഞത് എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടെ നിന്ന് ആളുകൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട്. ഇപ്പൊ ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോകാതിരുന്നത്. കഴിഞ്ഞാലും കഥകൾ വേറെയും പറയാനുണ്ടെന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴും ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്. അപ്പൊ ഈ അടുത്ത് കണ്ടെങ്കിൽ ദൃശ്യം 2 കഴിഞ്ഞ് കൂമന് കഴിഞ്ഞ ഒരു സ്ഥലത്ത് ലാലേട്ടന്റെ ഈ ദൃശ്യം 3 വരാണെങ്കിൽ കൂമനില് ആസിഫലി ആയിരിക്കാം ഈ പറഞ്ഞ പോലെ ലാലേട്ടന്റെ ഒരു ഇത് ഭയങ്കര കമന്റ്. അതുപോലെ തന്നെ എല്ലാ സിനിമകളും എടുത്താൽ ഇപ്പൊ പൃഥ്വിരാജിന്റെ റോള് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ലാലേട്ടനായിട്ട് ചെയ്യാം, അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കമ്പനി വരാറുണ്ടായിരുന്നു. ഒരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിക്കും. യൂണിവേഴ്സൽ അങ്ങനെ അത് എൻ്റെ പ്രോബ്ലം വെച്ചാൽ അല്ല, എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ ഒരു ഇത് വെച്ചിട്ട്
ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ആ യൂണിവേഴ്സ് എന്നുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഒരു യൂണിവേഴ്സ് അടിച്ചേക്കാം എന്നോർത്ത് എൻ്റെ പ്രോബ്ലം വെച്ചാൽ ഞാനൊരു കഥയെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥയെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, ആ കഥ എങ്ങനെ പറയാം, എങ്ങനെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ അതിനകത്ത് ഇമോഷൻസ് വർക്ക് ചെയ്തത് എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതായത് ആ ക്യാരക്ടറും ഈ ക്യാരക്ടറോട് എടുത്തിട്ട് ഇത് യൂണിവേഴ്സ് ആക്കി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് എൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്കറിയില്ല. എന്നോട് എൻ്റെ മോളി ചോദിച്ചു, ഇത് ശരിക്കും ഇങ്ങനെ ഇതിലൊക്കെ വന്നപ്പം സാമലക്സ് മറ്റേ കൂമനിലെ ഇത് CBI നമ്മുടെ സേതുരാമയ്യർ ഇവര്, അപ്പം ഞാൻ പറഞ്ഞു അല്ല അത് എൻ്റെ ക്യാരക്ടർ അല്ല എങ്കിലും ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുന്നില്ല, എനിക്കങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ല. ഓരോ കഥയും ഞാനിങ്ങനെ ഇത് ചെയ്തു. ആ പാടെ ഒരു സെക്കൻഡ് പാർട്ട് ചെയ്തത് ദൃശ്യത്തിൻ്റെയാണ്. അതിങ്ങനെ കറക്റ്റ് ഒരു ഇത് വന്നപ്പോൾ ആ ക്യാരക്ടറിനെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇനിയിപ്പോൾ നാളെ കൂമനൊരു ഇതുണ്ടാവുമോ എനിക്കറിയില്ല. ചിലപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും.